ഒന്ന് ഉറങ്ങിക്കിട്ടാൻ മരുന്ന് കുഴിക്കുന്ന എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ നിഅമത്തുകളെ എണ്ണിപ്പറഞ്ഞ ആയത്തുകളിൽ വജഅൽനാ നൗമക്കും സുബാത, നിങ്ങൾക്ക് ഉറക്കം ഒരു വിശ്രമമാക്കി പടച്ചോൻ തന്നില്ലേ എന്ന് ചോദിച്ചത് ചിന്തിക്കേണ്ട വാക്കുകളാണ്. ആ ഉറക്കത്തെ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നു എന്ന് പറഞ്ഞപ്പോഴും, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴും ചില അദബുകളോടെ മര്യാദയോടുകൂടെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. വൃത്തിയുള്ളവനാവാൻ, തഹൂറാകാൻ, വുളു ഉണ്ടാക്കാൻ, വിരിപ്പുകൾ കുടയാൻ പറഞ്ഞു. കടങ്ങളോ ബാധ്യതകളോ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അതൊന്ന് എഴുതി വെക്കണം വസിയത്തുകളിൽ എന്ന് ഹദീസിൽ പറഞ്ഞു. തീയുണ്ടെങ്കിൽ തീ അണച്ചു വെക്കണം, വാതിലുകൾ ബിസ്മി ചൊല്ലി അടക്കണം. ഇസ്ലാമിന്റെ മര്യാദകളാണ്. അങ്ങനെ ചില ആയത്തുകൾ ഓതാൻ, സൂറത്ത് അവസാനത്തെ 3 സൂറത്തുകൾ ഓതാൻ, ശരീരത്തിലൂടെ അതെടുത്ത് തലോടാൻ, ഓതിയിട്ട് കൈകൾ കൊണ്ട് തലോടാൻ വേണ്ടി പറഞ്ഞു. ആമന റസൂൽ ഓതാൻ പറഞ്ഞു. ഈ ലൈലത്തിൻ കഫത, ആമന റസൂൽ ഒരു രാത്രി കിടക്കുമ്പോൾ ഓതിയാൽ അവൻ അത് മതി, അവന് സംരക്ഷണം നൽകാൻ മാത്രമുള്ള കരുത്ത് അതിനുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതാൻ പറഞ്ഞു. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, അത് നിനക്ക് ശിർക്കിൽ നിന്ന്, മഹാതിന്മയിൽ നിന്ന് സുരക്ഷ നൽകുന്ന അധ്യായമാണ്. സൂറത്തുൽ മുൽക്ക് ഓതാൻ പറഞ്ഞു. സൂറത്തുൽ മുൽക്ക് മാനിഉം മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന അധ്യായമാണെന്ന് പഠിപ്പിച്ചു. ഇങ്ങനെ ആയത്തുകളും സൂറത്തുകളും ഒക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന ചേർത്ത് പഠിപ്പിച്ച രംഗമതാ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തന്റെ വിരിപ്പിലേക്ക് അങ്ങ് കിടക്കാൻ പോയി കഴിഞ്ഞാൽ തന്റെ കവിളത വലത് കൈയിലേക്ക് ചേർത്ത് വെച്ചിട്ട് നബി ഇങ്ങനെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമത്രേ. അല്ലാഹുമ്മ ഖിനീ അദാബക് യൗമ തബ്അസു ഇബാദക്. സുഹൃത്തുക്കളെ, നമ്മുടെ നിത്യജീവിതത്തിൽ വരേണ്ട പ്രാർത്ഥനകളെ ഇന്ന് മറന്നു പോകരുത്, വിസ്മരിക്കരുത്. അല്ലാഹുമ്മ ഖിനീ അദാബക്, അല്ലാഹ് നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം, എന്നെ രക്ഷപ്പെടുത്തണം എന്ന്. യൗമ തബ്അസു ഇബാദക, നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ. ഹദീസിൽ കാണാം, സലാസ മറാത്തിൻ, 3 തവണ അത് ആവർത്തിച്ചു പറയും. വിശദീകരിച്ച പണ്ഡിതന്മാര് പറയാ, ഒരു പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു കാര്യമാണ് അത് 3 തവണ ആവർത്തിച്ചു പറയൽ. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, നമുക്ക് ഇജാബത്ത് വളരെ അത്യാവശ്യമായി വന്നൊരു പ്രാർത്ഥനയാണ്. അത് 3 തവണയായി ആവർത്തിച്ചു പറയൽ ഒരു ഉത്തരം കിട്ടാനുള്ള മാർഗമാണ്. ഇജാബത്തു ദുആഇ വത്തൗകീദ്, അതൊരു ശക്തിപ്പെടുത്തൽ കൂടെയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന 3 തവണ നബി തങ്ങൾ പറഞ്ഞു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, നബി തങ്ങൾ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നബി രാത്രിയിൽ പറയുന്ന ഒരു പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വകം മിമ്മൻ ലാ കാഫിയ വലാ മുഅ്വിയ. ഹദീസുകൾ ശരിക്കും വായിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ പടച്ചോനെ സർവസ്തുതി. വസഖാനാ, ഞങ്ങളെ കുടിപ്പിച്ചവനെ നിനക്ക് സ്തുതി. വകഫാനാ, ഞങ്ങൾക്ക് മതിയായതൊക്കെ തന്നവനെ. വആവാനാ, ഞങ്ങൾക്ക് അഭയം നൽകിയ പടച്ചോനെ. ഈ നാട്ടിൽ എത്ര ആൾക്കാർ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, അഭയമില്ലാതെ, കൂരകളില്ലാതെ ഉറങ്ങുമ്പോഴും ഞാൻ ഇന്ന് ഈ കട്ടിൽ സുഖമായി കിടക്കുകയാണെന്ന പ്രാർത്ഥനന്റെ ലാസ്റ്റ് വരി നോക്ക്. എന്നിട്ട് നബി പറഞ്ഞത്, അല്ലാഹ് എത്ര പേരുണ്ട് മതിയായ ജീവിത സാഹചര്യമില്ലാത്തവരും അഭയസ്ഥാനമില്ലാത്തവരും എത്ര പേരുണ്ടല്ലാ, അതിൽ നിന്നൊക്കെ മാറി എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ. ചിന്തിക്കണം. ഈ ചക്കരക്കല്ല് അങ്ങാടികളിൽ ഓരോ ഷെഡുകളിലും അല്ലെങ്കിൽ കടകളുടെ ഷട്ടർ ഒന്ന് താഴ്ത്തിയിട്ട് ഒരു ചാക്ക് വിരിച്ച് ഉടുത്തിരുന്ന മുണ്ടെടുത്ത് തലയിലൂടെ ഇട്ട് കൊതുക് കടിച്ച് ഈച്ച വന്നിരുന്ന് ഈ വാഹനങ്ങളുടെ ചീറിപ്പാച്ചിലിനിടയിൽ കിടന്നുറങ്ങുന്ന 100 കണക്കിന് മനുഷ്യന്മാർക്കിടയിൽ നിന്ന് വളരെ സുഭദ്രമായ AC ഇട്ട റൂമിനുള്ളിൽ കിടന്നുറങ്ങുന്ന നമ്മൾ എത്ര പേർ ഈ 2 വരി വാചകം പറയാറുണ്ട്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. ഇനിയെങ്കിലും ഈ ഒരു നന്ദിയുടെ ഓർമ്മയോടെ ആവട്ടെ നമ്മുടെ ഉറക്കം. 3ാമത്തെ ഒരു പ്രാർത്ഥന ഹദീസിൽ കാണാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അല്പം സുദീർഘമായൊരു പ്രാർത്ഥന.
ഈ പ്രാർത്ഥന നബി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായൊക്കെ വരുന്ന രൂപത്തിൽ ഇത് പ്രാർത്ഥിക്കുകയും നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് മൻ ഖാലഹുന്ന സുമ്മ മാത, ഇത് ചൊല്ലിയ ശേഷമുള്ള രാത്രിയിൽ ഒരാൾ മരിച്ചാൽ മാത അലൽ ഫിത്രതി, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതത്തിൽ അയാൾ മരിച്ചവനാണ്. മുസ്ലിമായി മരിച്ചോന്റെ ഫലമാണ് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ. അപ്പൊ ഇതാണ് കേട്ടപ്പോ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് വാശി കൂടി, ഇപ്പൊ പഠിക്കണം. നമുക്ക് എത്ര പേർക്ക് സുഹൃത്തുക്കൾ ഈ താല്പര്യമുണ്ട്? ഒരു പ്രാർത്ഥന കേട്ടാൽ, ഒരു ആയത്ത് കേട്ടാൽ, ഒരു ഖുത്ബ കേട്ടാൽ ഈ വിഷയം ഒന്ന് പഠിക്കണല്ലോ, ഈ പ്രാർത്ഥന ഒന്ന് പഠിക്കണല്ലോ, ആ ഹദീസ് ഒന്ന് വായിക്കണല്ലോ എന്ന് നമുക്ക് എത്ര പേർക്ക് തോന്നാറുണ്ട്? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞു കൊടുത്ത അതേ സെക്കൻഡിൽ പറഞ്ഞു, നബി ഞാനിതിപ്പോ പഠിച്ചു, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. തിരിച്ചു ചൊല്ലിക്കൊടുത്തു. തിരിച്ചങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ ഒരു ചെറിയ തെറ്റുപറ്റി. ഏതാ തെറ്റ്? വബിനബിഹിക്കല്ലദീ അർസൽത എന്ന വാക്ക് പറയുന്നതിന് പകരം വബിറസൂലിക്കല്ലദീ അർസൽത. എന്താ ഇപ്പൊ വ്യത്യാസം? നബിയിക്ക റസൂലിക്ക വ്യത്യാസമുണ്ടോ? ഉണ്ട്, ചെറിയ പദവ്യത്യാസമുണ്ട്. ഒന്നുകൂടി സ്ഥാനം കൂടിയ വാക്കുകൂടി റസൂലിക്കാന്ന് കൂടിയാണ്. എന്നിട്ട് നബി പറയാണ്, ബറായെ അത് പറ്റൂല, ഞാൻ വബി നബിയിക്കാന്നല്ലേ പറഞ്ഞു തന്നത്, എങ്കിൽ അത് തന്നെയാണ് പറയേണ്ടത്. ഒരു പദം മാറ്റാൻ അധികാരമില്ലെങ്കിൽ ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു ദിക്ർ ഉണ്ടാക്കാൻ പറ്റും? ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു ആചാരം ഉണ്ടാക്കാൻ പറ്റും? ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു നിസ്കാരം ഉണ്ടാക്കാൻ പറ്റും? പാടില്ല. ഒരു പദം പോലും മാറ്റി പറഞ്ഞപ്പോ പാടില്ല. ബറാഎ വബിനബിയിക്കല്ലദീ എന്ന് പഠിപ്പിച്ചു വെക്കും. ഓരോ പ്രാർത്ഥനകളും നമുക്ക് നൽകുന്നത് ഒരുപാട് ഗുണപാഠങ്ങളാണ്. നമ്മുടെ കുട്ടികളടക്കം ജീവിതത്തിൽ ചെറുപ്രായം മുതൽ ദിക്റുകളും പ്രാർത്ഥനകളും ശീലമാക്കണം.